ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷാർപ്സ് കെം സ്പാർക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിലിക്കേറ്റ്സ് ആണ് നോക്കിയത്. ഈ വീഡിയോയിലൂടെ നമുക്ക് സിലിക്കോൺസ്, സിയോളൈറ്റ്, അതുപോലെ തന്നെ അലോയ്സ് ഓഫ് മെറ്റൽ ഡിസ്കസ് ചെയ്യാം. സിയോളൈറ്റ്സ്. Zeolites are microporous aluminosilicates, also known as permutids. General formula Mn plus x by n AlO2 x times SiO2 y times MH2O, where n is valency of metal ion M. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിലിക്കേറ്റ്സ് നോക്കിയിരുന്നു. ആ സിലിക്കേറ്റ്സിൽ നമ്മൾ ചില സിലിക്കൺസിനെ മാറ്റിയിട്ട് അവിടെ അലൂമിനിയം വരുമ്പോഴാണ് അത് സിയോളൈറ്റ്സ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അലൂമിനോ സിലിക്കേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ഒബ്റ്റെയിൻ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് സം ഓഫ് ദി സിലിക്കൺ ആറ്റം ഇൻ ദി 3-dimensional network of SiO2 by aluminum atoms. The negative charge neutralized by cations such as Na+, K+, and Ca2+ ions. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇതിൽ സിയോളൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ അല്ലാത്തത് ഏത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. ആപ്ലിക്കേഷൻ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലാസിസ്. Zeolite ZSM5 is used in the interconversion of hydrocarbons and alkylation of aromatics for gasoline. അതുപോലെ തന്നെ അത് മോളിക്കുലാർ സീവ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അയോൺ എക്സ്ചേഞ്ച്, റെസീൻസ്. നെക്സ്റ്റ് വൺ, സിലിക്കോൺസ്. Polymeric organosilicon compounds containing SiO, Si bonds are called സിലിക്കോൺസ്. ഇപ്പോൾ സിലിക്കോൺസിൽ വരുന്നത് SiO, Si ബോണ്ടാണ്. ഇതിൽ ഇപ്പോൾ ജനറൽ ഫോർമുല R2SiO n ടൈംസ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സിലിക്കോൺസിൻ്റെ ജനറൽ ഫോർമുല എന്താണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അവിടെ R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് ആവാം. CH3 അല്ലെങ്കിൽ C6H5 ആവാം. പ്രിപ്പറേഷൻ ബൈ ദി ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കൈൽ ഓർ അരൈൽ ക്ലോറോസിലേൻ. അപ്പോൾ R2SiCl2 ആണ് ക്ലോറോസിലൈൻ എന്ന് പറയുന്നത്. അതിനെ ഹൈഡ്രോളിസിസ് നടത്തുക. അപ്പോൾ R2SiOH ട്വൈസ് ഫോം ചെയ്യും. എന്നിട്ട് ഈ കോമ്പൗണ്ടിനെ നമ്മൾ പോളിമറൈസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലിക്കോൺ ഫോം ചെയ്യും. ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതിൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ സിലിക്കൺ ഫ്ലൂയിഡ്. അതൊരു സൈക്ലിക് പോളിമറാണ്. സിലിക്കോൺ ഇലാസ്റ്റോമർ, ലീനിയർ പോളിമർ. സിലിക്കോൺ റെസീൻസ്, അത് ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ്. പിന്നെ അതിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോന്ന് സിലിക്കൺ ഫ്ലൂയിഡ്, സിലിക്കൺ ഇലാസ്റ്റോമർ, സിലിക്കൺ റെസീൻസ് എന്തിനു യൂസ് ചെയ്യുന്നു എന്നതൊക്കെ കുര്യൻ ശർമ്മ ബൈ ഇനോർഗാനിക് കെമിസ്ട്രിയിലുണ്ട്, റെഫർ ചെയ്യുക. നിങ്ങളോട് ക്ലാസിഫിക്കേഷൻസ് എടുത്തിട്ട് ഇത് ഏത് പോളിമറാണെന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്. യൂസസ് ആസ് ലൂബ്രിക്കൻസ്, ആസ് ഇൻസുലേറ്റേഴ്സ്. In the plastic industry, silicone resins are also used as heat-resistant molding compounds and release coating. With their excellent thermal resistance, silicone resins are first-class binders for all heat-resistant coatings. ഇനി നമുക്ക് കുറച്ച് മെറ്റൽസും അതുപോലെ തന്നെ അതിൻ്റെ ഓർസും നോക്കാം. മെറ്റൽ ഓർ: അലൂമിനിയം, ബോക്സൈറ്റ്, ക്രയോളൈറ്റ്. സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. യുറേനിയം, പിച്ച് ബ്ലെൻഡ്. ആൻറ്റിമണി, സ്റ്റിബ്നൈറ്റ്. മെർക്കുറി, സിനബാർ. ലെഡ്, ജലീന, ലിത്താർജ്. ബേരിയം, ബേരേറ്റ്സ്. ആർസനിക് പൈറേറ്റ്, കൊബാൾട്ടേറ്റ്. തോറിയം, മൊണാസൈറ്റ്. ടിൻ, കാസിറ്ററേറ്റ്. പൊട്ടാസ്യം, സിൽവിൻ. മാംഗനീസ്, പൈറോളസൈറ്റ്, റോഡോക്രോസൈറ്റ്. അയൺ, ഹെമറ്റേറ്റ്, മാഗ്നറ്റേറ്റ്. സോഡിയം, റോക്ക് സാൾട്ട്. ടൈറ്റാനിയം, റൂട്ടൈൽ, ഇൽമനേറ്റ്. അലോയ്സ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. അൽനിക്കോ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. ഡ്യൂറാലുമിൻ, അലൂമിനിയം, കോപ്പർ, മാഗ്നീഷ്യം, മാംഗനീസ്. ബ്രാസ്, കോപ്പർ, സിങ്ക്. ബ്രോൺസ്,
കോപ്പർ 90%, ടിൻ. അത് മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ബ്രാസിൽ ബ്രോൺസിലുള്ള അലോയ് ഏതാണെന്നുള്ളത്. ബെൽ മെറ്റൽ കോപ്പർ 80%, ടിൻ. കോൺസ്റ്റൻറ്റൻ കോപ്പർ നിക്കൽ. മോണൽ മെറ്റൽ കോപ്പർ നിക്കൽ അയൺ. അലൂമിനിയം ബ്രോൺസ് കോപ്പർ 10%, അലൂമിനിയം 90%. മാഗ്നാലിയം അലൂമിനിയം മഗ്നീഷ്യം. സിലുമിൻ അലൂമിനിയം സിലിക്കോൺ. നിക്രോം നിക്കൽ ക്രോമിയം അയൺ. ഇൻവാർ അയൺ 64%, നിക്കൽ 36%. നിക്കൽ സ്റ്റീൽ അയൺ 96%, നിക്കൽ 4%. ടൈപ്പ് മെറ്റൽ കോപ്പർ lead, tin, antimony. Chrome steel iron 98%, chromium 2%. Coinage silver, copper, nickel. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കാസിറ്ററേറ്റ് ഈസ് ആൻ ഓർ ഓഫ്. ഓപ്ഷൻ എ മാംഗനീസ്, ബി ടിൻ, സി നിക്കൽ, ഡി ആൻറ്റിമണി. ആൻസർ ഓപ്ഷൻ ബി ടിൻ. Commercially important ore of lead is option A siderate, B hematite, C galena or galena എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്, ഡി സ്പാലറേറ്റ്. ആൻസർ ഓപ്ഷൻ സി galena. Bell metal is an alloy of copper plus zinc, copper plus tin, copper plus lead, copper plus nickel. Answer option B copper plus tin. Type metal is an alloy of lead, antimony and tin. It consists of equal amount of the three metals, more amount of tin, more amount of antimony, more amount of lead. Answer option D more amount of lead. ഇതിൻ്റെ പെർസെൻറ്റേജ് താഴെ കൊടുത്തിട്ടുണ്ട്. Which of the following is not an ore of lead? Option A galena, B calamine, C cerussite, D anglesite. Answer option B calamine. Semi-water gas is a mixture of option A producer gas and CO2, water gas and CO2. Option C producer gas and water gas. Option D none of these. Answer option C producer gas and water gas. Which fuel has the highest calorific value? Option A charcoal, B kerosene, C cow dung, D wood. Answer option B kerosene. Which one of the following has the highest calorific value? Option A coal gas, B producer gas, CO2 gas, D water gas. Answer option A coal gas. Suggest a purification method for obtaining highly pure silicon used as semiconductor material from the following. Option A reduction method, B oxidation method, C electrochemical refining method, D zone refining method. Answer option D zone refining method. The raw material for the manufacture of ordinary glass is option A Na2CO3 and sand, B Na2CO3 limestone and sand, C gypsum, sand and Na2CO3, D K2CO3 sand and limestone. Answer option B Na2CO3 limestone and sand. ഈ ഗ്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Solid CO2 is known as dry ice because option A melts at 0 degree Celsius, B vaporizes at -78 degree Celsius without melting, boiling point is more than 199 degree Celsius. Option D none of these. Answer option B vaporizes at -78 degree Celsius
without melting. ഗ്രൂപ്പ് 14 എലമെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഏരിയാസാണ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിലും അതുപോലെ തന്നെ ഈ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.